രുദ്രാക്ഷത്തിൻ്റെ പ്രയോജനത്തിനെയൊക്കെ പറഞ്ഞു. ഇത്രയും പ്രയോജനമുള്ളതാണെങ്കിൽ ഇത് നമുക്ക് ധരിക്കണ്ടേ? അപ്പോഴാണ് അവിടെ ഞാൻ എന്നൊരു ഇഷ്യൂ വരേണ്ടത്. എനിക്ക് ധരിക്കാമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ധരിക്കാമോ? ഇത് ആർക്കൊക്കെ ധരിക്കാം? ആർക്കൊക്കെ ധരിക്കാം എന്നുള്ള ചോദ്യത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഉത്തരം എല്ലാവർക്കും രുദ്രാക്ഷം എന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കും ഇതുപോലത്തെ പ്രതിബന്ധം ഉണ്ടായിരുന്നു. എന്നോട് ധരിക്കരുതെന്ന് ആളുകൾ പറഞ്ഞ അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശാസ്ത്രം തേടി നടന്നത്. ഇത് എവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് കിട്ടുക എന്നുള്ള എൻ്റെ അന്വേഷണമാണ് എൻ്റെ ഗവേഷണമായിട്ട് മാറിയത്. ആ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാമെന്നാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഈവൻ മനുഷ്യനല്ലാത്തവർക്ക് പോലും. നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട്, ആ പെറ്റ്സിനെയും കൂടി രുദ്രാക്ഷം ധരിപ്പിക്കണം എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കിട്ടിയത്. അപ്പോൾ മത്സ്യം കഴിക്കുന്നവർക്കും മാംസം കഴിക്കുന്നവർക്കും എന്നും പറഞ്ഞ് പ്രത്യേകം ഒരു ചോദ്യം ചോദിക്കും. യെസ്, അവർക്കെന്താ പ്രത്യേകത? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മൈഥുനം ചെയ്യുമ്പോഴും രുദ്രാക്ഷം ധരിക്കണം എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. മൈഥുനം ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ പോലും രുദ്രാക്ഷം ധരിച്ചിരിക്കണം. ആളുകളുടെ എല്ലാം ഭയം ഭാര്യ മാറ്റി നിർത്തണ്ടേ, ഭാര്യ ഉണ്ടെങ്കിൽ പറ്റുമോ, ദാമ്പത്യത്തിൽ രുദ്രാക്ഷം ധരിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കാറ്. അപ്പോഴാണ് ഇവിടെ പറയണത്, നമ്മുടെ മൈഥുനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും രുദ്രാക്ഷം ധരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹം കഴിച്ച ആൾ അങ്ങനെ അല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രുദ്രാക്ഷത്തിൻ്റെ ഈ ശാസ്ത്രത്തിലേക്ക് കയറുമ്പോൾ അതിൽ കാണാൻ പറ്റണത് ഘാതൻ മാംസം പിബൻ മദ്യം സംഘച്ചൻ അന്ത്യജാനവി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകം ദേവി ഭാഗവതത്തിലുണ്ട്. അത് പറയണത് മത്സ്യം കഴിക്കുമ്പോഴും മാംസം കഴിക്കുമ്പോഴും മദ്യപാനം ചെയ്യുമ്പോഴും ചണ്ടാളന്മാരോട് സഹവസിക്കുമ്പോഴും രുദ്രാക്ഷം ധരിച്ചിരിക്കണം. രുദ്രാക്ഷം ഊരി വെക്കണം എന്നല്ല. നമ്മുടെ ആളുകൾ പലരും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അവർ ബാറിൽ പോകുമ്പോൾ കാറിൽ അഴിച്ചു വെച്ചിട്ട് പോകും. തെറ്റാണ്, അത് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഇത് അഗ്നി പോലെ ശുദ്ധിയാണ് രുദ്രാക്ഷം. ഇത് ഗംഗാജലം പോലെ പവിത്രമാണ് രുദ്രാക്ഷം. ഇതിനെ അപവിത്രമാക്കാൻ വേറൊരാളില്ല. അഗ്നിയെ അപവിത്രമാക്കി കളയാൻ പറ്റിയ ഇനി ആരും ഉണ്ടായിട്ടില്ല. രുദ്രാക്ഷത്തിനെ അപവിത്രമാക്കാൻ പറ്റിയ ഇനി ഒരു ശക്തിയുമില്ല. രുദ്രാക്ഷം എവിടെ ഇരിക്കുന്നോ അവിടെ പവിത്രമാകും. നിങ്ങളുടെ കൂടെ അതുണ്ടെങ്കിൽ നിങ്ങൾ പവിത്രമാവും, നിങ്ങളുടെ ചുറ്റുവട്ടം പവിത്രമാവും. രുദ്രാക്ഷത്തിന് ആ ഭയമില്ല. നമുക്ക് രുദ്രാക്ഷത്തിനെ അപവിത്രമാക്കാൻ പറ്റാത്തത് കൊണ്ട് രുദ്രാക്ഷം എപ്പോഴും നമ്മൾക്ക് കൂടെ ഉണ്ടായാൽ നമുക്ക് പ്രൊട്ടക്ഷനാണ്. ഈ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയണു, പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സമയത്ത് രുദ്രാക്ഷം ധരിച്ചിരിക്കണം, നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സമയത്തും രുദ്രാക്ഷം ധരിച്ചിരിക്കണം എന്ന് പ്രത്യേകം പറയണു. എന്താ ഇതിലെ പ്രത്യേകത എന്ന് നോക്കിയാൽ, ഭാവാത്മകമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെ ഒപ്പം പുണ്യം പ്രവർത്തിക്കും, പുണ്യത്തിനെ മൾട്ടിപ്പിൾ ചെയ്ത് തരും. അതുകൊണ്ട് ആ സമയത്ത് രുദ്രാക്ഷം ധരിക്കണം. ഋണാത്മകമായിട്ടുള്ള സമയങ്ങളിലെല്ലാം അവിടെ ഒരു ടോക്സിൻ പ്രവർത്തിക്കും, പാപം പ്രവർത്തിക്കും. ആ പാപത്തിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷം ധരിക്കണം. അപ്പോൾ ഇത് 365 ദിവസവും ധരിക്കേണ്ടതായി, 24 മണിക്കൂറും ധരിക്കേണ്ടതായി. പുസ്തകം പറയണു, രാവ് പകൽ വ്യത്യാസമില്ലാതെ ധരിച്ചോളണം. പകൽ ചെയ്ത പാപം പോകേണ്ടവർ രാത്രി രുദ്രാക്ഷം ധരിക്കണം, രാത്രി ചെയ്ത പാപം പോകേണ്ടവർ പകൽ രുദ്രാക്ഷം ധരിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ധരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാപം വരുമ്പോൾ തന്നെ പാപം ഇല്ലാണ്ടായി പോവുകയും ചെയ്തുകൊണ്ട് ഇരുന്നോളും. ഇനി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ വരെ, ജാതി മതത്തിൻ്റെ, ഞാൻ ആ നാട്ടുകാരനാണ്, ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ ആ ധർമ്മത്തിലാണ്, ഈ മതത്തിലാണ്, ആർക്കും ഒരു വ്യത്യാസമില്ല. ഇത് മനുഷ്യനുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ അത് പ്രായോഗികമായിട്ട് അനുഭവത്തിൽ വന്നു തുടങ്ങി. ഭാരതത്തിലെ ആളുകളെക്കാൾ കൂടുതൽ ശ്രദ്ധയിൽ ജപ്പാൻകാരും അതേപോലെ തന്നെ യൂറോപ്പിലുള്ള ആളുകളും അമേരിക്കയിലുള്ള ആളുകളൊക്കെയാണ് രുദ്രാക്ഷത്തിൽ താല്പര്യം കാണിച്ചു വരുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പങ്ങളുണ്ട്. ഭാരതത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് കിട്ടാതെ വരുന്ന സ്കേഴ്സിറ്റി ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക്, ഇതിന് വില വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ജനതയ്ക്കും വേണ്ടിയുള്ളതാണ്, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും രുദ്രാക്ഷം എന്ന സ്ലോഗൻ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രചാരണങ്ങൾ എല്ലാം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലേഖനങ്ങൾ എഴുതിയതെല്ലാം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥവും ആ മാർഗനിർദ്ദേശം വെച്ചിട്ട് മുമ്പോട്ട് ആ സ്ലോഗൻ വെച്ചിട്ടാണ് പോണത്.
അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു ഭാവാത്മകമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്നാനം, ദാനം, ജപം, ഹോമം, വൈശ്വദേവം, സുരാർച്ചനം, ദീക്ഷാകാലം തഥാ ശ്രാദ്ധം, പ്രായശ്ചിത്തം തഥാ ശ്രാദ്ധം. അങ്ങനെ 9 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ആദിയായ വൈദിക കർമ്മങ്ങൾ ഏത് ചെയ്യുമ്പോഴും രുദ്രാക്ഷം ധരിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്ലോകമുണ്ട്. സ്നാനം ചെയ്യുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ, വ്രതം, ഹോമം, അർച്ചന, ജപം, ഏതെങ്കിലും വ്രതം എടുത്തിരിക്കുന്ന കാലത്ത്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രതം എടുക്കുന്നത്, ആ സമയത്ത് നമ്മൾ രുദ്രാക്ഷമാല ധരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഐക്യം, നമ്മുടെ തോന്നൽ, നമ്മൾ ആ വ്രതഭംഗം വരാതെ നമ്മളെ കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയായിട്ട് രുദ്രാക്ഷം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ 9 എണ്ണത്തിൻ്റെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ ഒപ്പം ആദിയായ വൈദിക കർമ്മങ്ങൾ ഏതും എന്ന് പറഞ്ഞപ്പോൾ ഷോഡശ സംസ്കാര ക്രിയകളെല്ലാം വന്നു. ഓരോ സംസ്കാര ക്രിയകളിലും നമ്മുടെ ഭാരതത്തിലെ പൈതൃകമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 16 സംസ്കാര ക്രിയകളുടെ കൂടെയും രുദ്രാക്ഷ ധാരണത്തോടു കൂടി വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. അതേപോലെയാണ് ഇതിനെ ഓരോന്നിനെ എടുത്ത് പരിശോധിച്ചാലോ? നമുക്കറിയാം, സ്നാനം ചെയ്യുന്ന സമയത്ത് രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുങ്ങി കുളിക്കാൻ പോവുകയാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്നും നമ്മളിലേക്ക് പകർന്നു വരാൻ സാധ്യതയുള്ള ചില ബാധകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പുറത്ത് നിൽക്കുന്ന ചില ദുഷ്ടശക്തികളെ, അതിനെ നമുക്ക് ഫ്രീ റാഡിക്കൽസ് നിന്നും മോഡേൺ മെഡിക്കൽ സയൻസ് ഹാർട്ട് അറ്റാക്കിൻ്റെ ബ്ലോക്ക് ഉണ്ടാവുന്നതിനെ പറ്റി പഠിപ്പിക്കുന്ന അതേ ശാസ്ത്രം കൊണ്ട് തന്നെ പഠിക്കാം. കാരണം പഞ്ചഭൂതങ്ങളാണ് ഈ പ്രകൃതിയിൽ മുഴുവനുള്ളത്. ആ 5 ഭൂതങ്ങളും ഒരുമിച്ച് ഇല്ലാതെ വന്നാൽ അതിൽ നിന്ന് 2ഓ 3ഓ ഭൂതങ്ങൾ കുറവുള്ള ഒരു കോമ്പിനേഷൻ മറ്റു ഭൂതങ്ങളെ തേടി കാത്തിരിക്കുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുകയും നമ്മളിലേക്ക് ആ പേര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് അത് അറ്റാച്ച് ചെയ്യപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ സാധനത്തിന് ഭൂതാവേശം എന്ന് പറഞ്ഞു. ഈ ഭൂതാവേശം കൊണ്ടാണ് പലതരം രോഗങ്ങൾ ഉണ്ടാവുന്നതായിട്ട് ആയുർവേദ ശാസ്ത്രവും ജ്യോതിഷ ശാസ്ത്രവും മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. നമ്മുടെ രോഗശാസ്ത്രങ്ങളെ പറ്റിയിട്ട് രോഗനിദാനം പഠിക്കാൻ നോക്കുമ്പോൾ ഭൂതാവേശം ഒരു കാരണമായിട്ട് വരും. ഒരു രോഗകാരണമാണ് ഭൂതാവേശം. അപ്പോൾ ഈ ഭൂതങ്ങൾ വെള്ളത്തിലുണ്ട്, പഞ്ചഭൂതങ്ങൾ വെള്ളത്തിലുണ്ട്. അതിൽ ന്യൂനങ്ങളായിട്ടുള്ള ഭൂതങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭൂതങ്ങളോ 2ആയിട്ട് മാത്രം നിൽക്കണതോ അങ്ങനെയുള്ളവരെയാണോ ഉദ്ദേശിച്ചത്? അതിനെയും നമ്മൾ പറയാറുള്ള വേറെ ഏതെങ്കിലും ഭൂതങ്ങളാണോ എന്തോ? വെള്ളത്തിൽ നിന്ന് ശരീരത്തിലേക്കും നമ്മുടെ ഓറയിലേക്കും നെഗറ്റീവ് എനർജി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷനായി. നിങ്ങൾ മുങ്ങുന്ന ആ ജലം ഗംഗാജലം പോലെ പവിത്രമായി തീരും. അതിനകത്ത് ആ സ്ഥലത്ത് ഉള്ള മറ്റ് മാലിന്യങ്ങൾ എല്ലാം അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടായിരിക്കും നമ്മൾ നല്ല ശുദ്ധജലത്തിലായിരിക്കും നമ്മൾ മുങ്ങുക എനർജി ലെവലിൽ. അപ്പോൾ സ്നാനം ചെയ്യുമ്പോൾ രുദ്രാക്ഷം ധരിച്ചിരിക്കണം. ദാനം ചെയ്യുമ്പോഴും വേണം എന്ന് പറയണു. നമ്മുടെ ശാസ്ത്രങ്ങൾ എല്ലാവരോടും ദാനം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ദാനം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതുണ്ട്. കൊടുക്കുന്ന ആളെ അറിഞ്ഞു വേണം കൊടുക്കാനെന്നാണ് പറയാം, അല്ലേ? പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യാൻ നമ്മൾ പറയും. അതിനേക്കാൾ ഗൗരവമാണ് കാര്യങ്ങൾ. നിങ്ങൾ എന്തു മാനസികാവസ്ഥയിലാണോ ഒരാൾക്ക് ദാനം കൊടുക്കുന്നത്, ആ മാനസികാവസ്ഥയെ ആശ്രയിച്ചുകൊണ്ടുള്ള തിരിച്ച് വരവ്, റിട്ടേൺ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് ഉണ്ടാവും. നിങ്ങളൊരാളെ അയാൾ ദരിദ്രനാണെന്ന് കണ്ട് എൻ്റെ ധനം ദരിദ്രനിരിക്കട്ടെ എന്ന് കരുതി കൊടുത്തു കഴിഞ്ഞാൽ ദരിദ്രൻ്റെ കയ്യിലുള്ള എനർജി ദരിദ്രൻ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ എക്സ്ചേഞ്ച് ആയിട്ട് തിരിച്ചു വരും. അത് ദരിദ്രത തന്നെയായിരിക്കും. മറിച്ച് നിങ്ങൾ കൊടുക്കേണ്ടത്, നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നു, ഈശ്വരന് കൊടുക്കുക. അമ്പലത്തിൽ കൊണ്ടേ ഭണ്ഡാരത്തിലിടാനല്ലേ അല്ല. നിങ്ങൾ കണ്ട ദരിദ്രനെ ഈശ്വരനായിട്ട് സങ്കല്പിക്കുക. ഈശ്വരൻ വേഷം മാറി വന്നതാണെന്ന് നിങ്ങൾ ഭാവിക്കുക. ഈശ്വരൻ്റെ പാതാരബന്ധങ്ങളിലേക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ കയ്യിൽ സമർപ്പിക്കുക. എന്നാൽ ആ മനോഭാവത്തോടു കൂടിയാണ്, അത്രയും ഏകാഗ്രതയോടു കൂടിയാണ് നിങ്ങൾ ഈ ദാനം ചെയ്തതെങ്കിൽ ഈശ്വരൻ സ്വീകരിക്കുകയും ഈശ്വരീയമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ മുമ്പിൽ കണ്ട ആ ദരിദ്രൻ അതുകൊണ്ട് സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ദരിദ്രത മാറാനുള്ള കാരണം അവിടെ ഉണ്ടാവുകയും ചെയ്യും.
ഭാവം മാറ്റി വച്ചിട്ട് ഈശ്വരന് കൊടുക്കുകയാണെന്നുള്ള ഭാവത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാശമുണ്ടാവും. അതുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യമുണ്ട്. സ്നാനം, ദാനം, ജപം ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ജപിച്ച സംഖ്യ നമ്മുടെ ഉള്ളിൽ ശക്തിയായി അത് ഉറഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. എത്ര ജപമാണോ ചെയ്യണത് ആ ജപത്തിനനുസരിച്ച്, അതിൻ്റെ സംഖ്യയ്ക്കനുസരിച്ചിട്ട് ആ ജപത്തിൻ്റെ ശക്തി നമ്മളിൽ ഊറിക്കൂടി ആ ജപിക്കുന്ന ദേവതയായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടണം. ശിവം ഭൂത്വാ ശിവം യജേത്, ശിവനെ യജിച്ച് നമ്മൾ ശിവനായി തീരുക എന്ന സങ്കല്പം പോലെ ജപം കൊണ്ട് ആ വൈബ്രേഷൻ, ജപിക്കുന്ന എന്ത് മന്ത്രമാണോ ആ മന്ത്രത്തിൻ്റെ ദേവത എന്താണോ ആ ദേവതയുടെ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ നമ്മൾ ജപത്തിൻ്റെ സംഖ്യ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അക്ഷരലക്ഷം ജപിച്ചാലാണ് ചിലപ്പോൾ സിദ്ധിയാവുക. എത്ര അക്ഷരമുള്ള മന്ത്രമാണോ ജപിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ അത്രയും ആ അക്ഷരത്തിന് തുല്യമായിട്ടുള്ള ലക്ഷം പ്രകാരത്തിൽ ജപിക്കണമെന്ന് പറയാം. അതിൻ്റെ RPM കൂട്ടാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ജപിക്കുന്നു 1, അത് RPM കൂട്ടി എടുക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? മോട്ടോർ കറങ്ങുമ്പോൾ RPM നമ്മൾ അളവ് പറയില്ല, അതുമാതിരി അങ്ങനെ ഒരു ടെക്നോളജി നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പറയുകയാണ്, നിങ്ങൾ വെറുതെ ജപിച്ചാൽ ഒരു ജപം ഒരു ശക്തി തരുമ്പോൾ നിങ്ങൾ സ്ഫടികം അല്ലെങ്കിൽ രത്നങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് അത് ധരിച്ച് വിദ്യാമണ്ണ രത്നങ്ങൾ ധരിച്ചൊക്കെ നിങ്ങൾ ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ജപമാലയായിട്ട് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ രത്നങ്ങൾ പതിപ്പിച്ച പീഠത്തിലിരുന്നിട്ട് ജപിക്കുമ്പോൾ, രത്നഖചിത മണ്ഡപത്തിലിരുന്ന് ജപിക്കുമ്പോൾ ഒക്കെ, പവർ പ്ലേസിലിരുന്ന് ജപിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ RPM വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരു ജപം 1,00,001 ജപമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും. RPM കൂട്ടിയെടുക്കാൻ പറ്റും സ്ഫടികം പോലുള്ള രത്നങ്ങൾ ഉപയോഗിച്ച് ജപിച്ചാൽ. രുദ്രാക്ഷമാണെങ്കിലോ അത് 1 കോടി 1 ജപമായിട്ട് കണക്കാക്കും. ഒരു ജപത്തിനെ 1 കോടി 1 ജപമായിട്ട് കണക്കാക്കും. അതുകൊണ്ട് ജപം ചെയ്യുന്ന സമയത്ത് രുദ്രാക്ഷം ധരിക്കൂ, അല്ലെങ്കിൽ ധരിച്ചിരിക്കണം നിർബന്ധമായും. ഈ നേരത്തെ പറഞ്ഞ നല്ല 9 കാര്യങ്ങൾ അഥവാ വൈദിക കർമ്മങ്ങളിൽ ഏതിലും രുദ്രാക്ഷം ധരിച്ചിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്ത കാര്യം സഫലമാകാതിരിക്കും, മാത്രമല്ല നരകത്തിൽ പതിക്കാനും വഴിയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് രുദ്രാക്ഷം ധരിച്ചിരിക്കണം എന്ന് പറയാണ്. ഇനി ഇതിൽ ഓരോന്നും എടുത്ത് പറയാൻ നമുക്ക് പ്രയാസമാണ്. അവിടെ നമുക്ക് ഓടിച്ചു പറഞ്ഞാൽ പൂജ ചെയ്യുന്ന സമയത്ത് വേണം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണം. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മോഡറേറ്റർ നിൽക്കണ പോലെ പോസിറ്റീവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന്, കഴിച്ച ഭക്ഷണത്തിനെ പോസിറ്റീവായിട്ട് സമീകരിക്കുന്നു, അതിലത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നു, അതിലത്തെ ദോഷത്തിനെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് അതിനെ അനുകൂലമായത് മാത്രം നമ്മളിൽ ദഹിക്കാൻ പാകത്തിനാക്കി തരുന്നു. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ദാനം കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണ പോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫിൽറ്റർ ഇട്ടത് മാതിരി ചെയ്യാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറയാം. അതേപോലെ നമ്മൾ വ്രതം എടുത്തിരിക്കുന്ന സമയത്ത് ആ വ്രതഭംഗം വരാതിരിക്കാനാണ് പറഞ്ഞു. നമ്മൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണ സമയത്തും അതേപോലെ ശ്രാദ്ധ കൂട്ടുന്ന സമയത്തും ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും രുദ്രാക്ഷത്തോട് കൂടി വേണം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞു. ഇതിൻ്റെ മറ്റൊരു പതിപ്പ് അപ്പുറത്തെ ഭാഗം പറഞ്ഞു, നെഗറ്റീവായത് കാണരുതാത്തത് കാണുമ്പോൾ, കേൾക്കരുതാത്തത് കേൾക്കേണ്ടി വരുമ്പോൾ, എപ്പോഴെങ്കിലും നമുക്ക് പറയരുതാത്തത് പറയേണ്ടി വരുമ്പോൾ, രുചിക്കരുതാത്തത് രുചിക്കേണ്ടി വരുമ്പോൾ, സ്മരിക്കരുതാത്തത് സ്മരിക്കേണ്ടി വരുമ്പോൾ, പോകരുതാത്തടുത്ത് പോകേണ്ടി വരുമ്പോൾ, ചെയ്യാനേ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ, ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതെല്ലാം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആവശ്യത്തിന് രുദ്രാക്ഷത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷനായി അതിൽ നിന്ന് വന്നുകൂടുന്ന ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ചേമ്പിലയിൽ എപ്രകാരമാണോ വെള്ളം പിടിക്കാത്തത് അതുപോലെ പാപങ്ങൾ നിങ്ങളെ തൊടാതെ കടന്നു പോകും എന്ന് പറഞ്ഞിട്ടാണ് ഗ്രന്ഥം ദേവി ഭാഗവതം നമ്മളോട് പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. മത്സ്യം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, അവർക്ക് മാറ്റമില്ല, അവർക്ക് ധരിക്കാം. മത്സ്യം കഴിക്കുമ്പോഴോ അപ്പോഴും ധരിച്ചുകൊണ്ട് മത്സ്യം കഴിക്കാം, വിരോധമൊന്നുമില്ല. എന്താണ് ഈ മത്സ്യം കഴിക്കുകയും മാംസം കഴിക്കുകയും ഈ സംഗതിയിൽ ഇത്രമാത്രം ഊന്നൽ ഭാരതീയർക്ക് വരാനുണ്ടായ കാരണം? സംഭവം സിമ്പിളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് ഇന്നും മോഡേൺ സയൻസ് എങ്ങനെയാണോ എനർജിയുടെ ക്വാളിറ്റി നിർണ്ണയിച്ച് വച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ശാസ്ത്രവും എനർജിക്ക് ക്വാളിറ്റി നിർണ്ണയിച്ച് വച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ എനർജി അതൊരു ഫോം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുകയാണെങ്കിൽ അതിനെ നമുക്ക് തമോ ഗുണമുള്ളതെന്ന് നമ്മൾ പറയും.
ഒരു പർട്ടിക്കുലർ എനർജി കൊണ്ടാണ് ആക്ഷൻ നടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ നമ്മുടെ ഭാഷയിൽ രജോ ഗുണമുള്ള എനർജി എന്ന് പറയും. എന്ത് എനർജി ആണോ നമുക്ക് കോൺഷ്യസ് അപ്ലിഫ്റ്റ് തരണത് അതിനെയാണ് നമ്മൾ സത്വഗുണമുള്ള എനർജി എന്ന് പറയുന്നത്. വേറെ ആനക്കാര്യമൊന്നുമില്ല ഇതിൽ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറഞ്ഞ 3 സംഗതികളുടെ പേരിലാണ് നമ്മൾ ഈ മത്സ്യമാംസത്തുമ്മേലൊക്കെ ഇട്ട് ആൾക്കാരെ പിടിക്കുന്നത്. അത് തമോ ഗുണമാണ്. മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നതും മദ്യം കഴിക്കുന്നതും ഒക്കെ തമോ ഗുണമാണെന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഭയപ്പാട് ആവശ്യമാണ്. ഇപ്പം അതൊരു അനാവശ്യമായിട്ടുള്ള ഭയത്തിലാണ് ഇപ്പോൾ പോയി വന്നേക്കുന്നത്. അതിൻ്റെ പദ്ധതി അനുസരിച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ ആരും തന്നെ ഭാരതത്തിൽ ആരും തന്നെ ശരിയായ രീതിയിൽ ജീവിക്കുന്നില്ല. കാരണം അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം. സത്വഭക്ഷണത്തിൻ്റെ ക്രൈറ്റീരിയ കേട്ടാൽ നമുക്ക് ചിരി വരും ഇപ്പോൾ. കാരണം 3 നാഴിക കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൂടാ. നമ്മൾ പാകം ചെയ്ത ഭക്ഷണം ഏകദേശം ഒരു മണിക്കൂർ 1 മണിക്കൂർ 20 മിനിറ്റോ മറ്റോ നമുക്ക് സൂക്ഷിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റായിട്ട് കണക്കാക്കി കളയണം സത്വഗുണം ആവണമെന്നുണ്ടെങ്കിൽ. തവിടില്ലാത്ത അരിയാണ് ഉണ്ണു വയ്ക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് സത്വഗുണം അല്ലാത്തതാണ്. അത് നമ്മൾ ഒഴിവാക്കണം. കടയിൽ പ്രദർശിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കാൻ ഉദ്യമിക്കുകയാണെങ്കിൽ അത് തമോ ഗുണമുള്ള ഭക്ഷണമാണ്, സത്വഗുണമുള്ള ഭക്ഷണമല്ല. അത് ഒഴിവാക്കണം. വില കൊടുത്ത് വാങ്ങിച്ചോ ഏതെങ്കിലും ഭക്ഷണം, അത് അപകടകാരിയാണ്. വില കൊടുത്ത് വാങ്ങിക്കുന്ന ഭക്ഷണം നമുക്ക് കഴിച്ചുകൂടാ. ഒരു സ്ഥലത്ത് പാകം ചെയ്തു വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് കഴിക്കുകയാണോ, അതും നിഷിദ്ധ ഭക്ഷണമാണ്. അമേദ്യം പോലെ വർജ്യമാണത്. അമേദ്യം കഴിക്കുകയാണെങ്കിൽ എന്താണോ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിൽ വരിക, അതേമാതിരി വർജിക്കേണ്ട ഭക്ഷണമാണെന്ന് പറഞ്ഞേക്കാണ്. നമ്മളെ എല്ലാവരും ഭംഗിയായിട്ടാണല്ലോ ജീവിക്കണേ. അപ്പോൾ പിന്നെ ഇനിയും സത്വഗുണം മത്സ്യമാംസം കഴിക്കേണ്ടത് പാകം ചെയ്ത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണേ മത്സ്യമാംസം കഴിക്കുന്ന സമയത്ത് രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് വല്ല അപകടം ഉണ്ടാവാനുണ്ടോ? നിത്യവും അപകടത്തിലാണ്. ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഇഷ്യൂ ആണ്. ഈ കാലഘട്ടത്തിൻ്റെ ഇഷ്യൂവിൽ നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ പ്രകൃതി വീണ്ടും ഒരു ചേഞ്ച് ഓവർ തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മളെ ബാലൻസ് ചെയ്യും. പ്രകൃതിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രകൃതി നമ്മളെ ബാലൻസ് ചെയ്യും. നമുക്കിവിടെ ഇപ്പോൾ പ്രസക്തമായിട്ടൊരു വിഷയം, ഏതൊരു ഭക്ഷണം കഴിച്ചാലാണോ നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തിന് ലഭിക്കുന്ന എനർജി അത് നമ്മുടെ കോൺഷ്യസ് അപ്ലിഫ്റ്റിന് കാരണമാകുന്നു, നമ്മുടെ ബോധതലത്തിന് വികാസത്തിന് കാരണമാകുന്നു. ആ എനർജിയുടെ പേരാണ് സത്വഗുണമുള്ള, ആ ഭക്ഷണത്തിൻ്റെ പേരാണ് സാത്വിക ഭക്ഷണം. ഏത് എനർജിയിൽ നിന്നാണോ നിങ്ങൾക്ക് എനർജി ആക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം കിട്ടുന്നത് അതിനെ നമുക്ക് രജോ ഗുണമുള്ള ഭക്ഷണം എന്ന് പറയും. ഏതിൽ നിന്നാണോ നിങ്ങളുടെ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, മസിൽ ഉണ്ടാവുന്നത്, ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുന്നത്, ആ ഭക്ഷണത്തിനെ നമ്മൾ തമോ ഗുണമുള്ള ഭക്ഷണം എന്ന് പറയും. എങ്ങാനും ഈ 3 എണ്ണവും അപകടകാരിയാണോ? ശരീരം ഉണ്ടാവണ്ടേ, സെല്ലുകൾ ഡെവലപ്പ് ചെയ്യണ്ടേ, പേശികൾക്ക് നല്ല മുറുക്കം ഉണ്ടാവണ്ടേ, അതിന് തമോ ഗുണമുള്ള ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. നല്ല തണ്ടും തടിയും ഉറച്ച ശരീരം ഉണ്ടായിട്ട് ഒന്നും പണിയെടുക്കില്ല, ആക്ഷൻ വരുന്നില്ല, ഉറങ്ങാൻ തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അയാൾക്ക് രജോ ഗുണമുള്ള ഭക്ഷണം ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അയാളെ ചലിപ്പിക്കണം. ഇപ്പം രജോ ഗുണമുള്ളത് ആവശ്യമായി. എന്തോ ഒരു തടിയൻ എന്താണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, അയാൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണ്ടേ. അതിനുവേണ്ടി സത്വഗുണമുള്ള ഭക്ഷണം ആഡ് ചെയ്യണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഋഷി പ്രോക്തങ്ങളായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിൽ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്തുകൊണ്ട് സത്വം രജസ് തമസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഊണ് കഴിക്കുന്നതും മറ്റെന്ത് ഭക്ഷണം കഴിക്കുന്നതും. വാസ്തവത്തിൽ നമ്മൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യുന്നുണ്ട്. തവിടോടുകൂടിയ ചോറ് കഴിക്കുമ്പോൾ അതിൽ സത്വഗുണമുണ്ട്. അതിൻ്റെ അന്നജത്തിൽ നിന്ന് നമുക്ക് സെല്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമാവുന്നുണ്ട്. അതിലേക്ക് രജോ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പാർ ഒഴിക്കുന്നുണ്ട്. സാമ്പാറിൽ മസാലകളുടെ ചേരുവ, ഉപ്പ്, മുളക്, അങ്ങനെയുള്ള സാധനങ്ങളും എണ്ണയും ഒക്കെ ഉണ്ട്. ആ എണ്ണയൊക്കെ നമുക്ക് രജോ ഗുണത്തിനെ സപ്ലൈ ചെയ്യണതാണ്. ഇങ്ങനെ കഴിക്കുന്ന വസ്തുവിൽ നിന്ന് അതിൽ സത്വഗുണമുണ്ട്, ഇതിൽ രജോ ഗുണമുണ്ട്, ഇപ്പുറത്തേതിൽ തമോ ഗുണമുണ്ടെന്ന് പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഭക്ഷണവും കഴിക്കുന്നത്. അതുകൊണ്ട്
ആവശ്യമില്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് വിചാരിക്കേണ്ട കാര്യമില്ല. ഏത് ഭക്ഷണവും കഴിക്കൂ, അതിൻ്റെ ഭാവവും കൂടി നോക്കൂ. അങ്ങനെ നമുക്ക് ശുദ്ധഭാവനയോടുകൂടി നല്ല നല്ല കരുത്തുള്ളവരായി മാറാം. അതിൽ നിന്ന് എന്തെങ്കിലും ടോക്സിനായിട്ടുണ്ടെങ്കിൽ അതിനെ വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ആ സമയത്ത് നമ്മൾ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊട്ടക്ഷനുമായി.